കേന്ദ്ര സഹായമില്ലാതെ കേരള സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉത്തരമാണ് കിഫ്ബി. കിഫ്ബി എന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നതിന്റെ ചുരുക്കരൂപമാണ്. 1999 നിയമപരമായി രൂപം കൊണ്ടെങ്കിലും 2016 പിണറായി സർക്കാരിന്റെ ആധികാരിക പിന്തുണയോടെയാണ് ഇത് കാര്യമായി പ്രവർത്തനക്ഷമമായത്. കിഫ്ബിയുടെ പ്രധാന ലക്ഷ്യമായി പറയുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വികസന പദ്ധതികൾക്കായി ബഡ്ജറ്റിന് പുറത്തുനിന്നും ഫണ്ടിംഗ് നൽകുക എന്നതാണ്. ഇതിനായി കിഫ്ബി ബോണ്ടുകൾ പുറത്തിറക്കുന്നു, വായ്പ എടുക്കുന്നു, സെസ്സുകൾ മുഖേന പണം സമാഹരിക്കുന്നു. കിഫ്ബിയുടെ സിഇഒയും നയിക്കുന്നതും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ.എം. എബ്രഹാമാണ്. കിഫ്ബിയുടെ രൂപകൽപ്പനയിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. ഹൈടെക് സ്കൂൾ ക്ലാസ് റൂമുകൾ, ഫ്ലൈ ഓവറുകൾ, റിംഗ് റോഡുകൾ, കെ-ഫോൺ ഇന്റർനെറ്റ് പദ്ധതി, മെഡിക്കൽ കോളേജ് നവീകരണങ്ങൾ, ഫിഷറീസ് ഹാർബറുകൾ തുടങ്ങിയവയാണ് കിഫ്ബി വഴി ഫണ്ട് ചെയ്ത പ്രധാന പദ്ധതികൾ. കടബാധ്യതകളെ കുറിച്ചുള്ള ആശങ്കകൾ, ചില പദ്ധതികളുടെ വൈകിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷം കിഫ്ബിയെ തള്ളി പറയുമ്പോൾ കേരളത്തിന്റെ വികസനത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ചക്രമായിട്ടാണ് കിഫ്ബിയെ സർക്കാർ കാണുന്നത്. കിഫ്ബിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.